വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീഡിയയിലൂടെ ഇപ്പോ നമുക്ക് ഒരുമിച്ച് ഈ പകൽ സമയം ഈ വിധമായി ആയിരിക്കാൻ കർത്താവ് നൽകുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന്റെ മഹത്വം കരയേറ്റുന്നു. ഈ വർഷാവസാനം ഇങ്ങനെ 4 ദിവസത്തെ ഒരു മീറ്റിംഗ് ദൈവം അനുവദിച്ച് കർത്താവിന്റെ ദാസന്മാർ അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള അനുകൂല സാഹചര്യങ്ങളെല്ലാം കർത്താവ് തന്നെ ഒരുക്കി നമ്മളെ ഒരുമിച്ച് ദൈവം കൂട്ടി വരുത്തി ഇരുത്തിയിരിക്കുകയാണ്. ഇത് 3-ാമത്തെ ദിവസം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണല്ലോ. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം പ്രാർത്ഥനാ വാചകങ്ങളും ഒക്കെയും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കർത്താവിന്റെ നിയോഗത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അതിന് ഒരു ഫലമുണ്ടാകും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചുരുങ്ങിയ ശുശ്രൂഷ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ദൈവനിയോഗങ്ങളിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവും, അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ആ ഇമ്പാക്റ്റ് മറ്റൊന്നുമല്ല, റാഡിക്കലായ തീരുമാനങ്ങൾ എടുക്കാൻ ആളുകൾ തയ്യാറാകും. ദൈവം ഹൃദയങ്ങളെ തുറക്കും. അത് ദൈവത്തിന്റെ സമയത്തിൽ നടക്കുന്നതാണ്. അതൊരു വ്യക്തിയുടെ ശ്രേഷ്ഠതയല്ല, ആ വ്യക്തിയുടെ അറിവോ മിടുക്കോ കഴിവോ അതൊന്നുമല്ല, ദൈവത്തിന്റെ ഒരു സമയമാണ്. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് സീസൺ ഓഫ് ഗോഡ്സ് വിസിറ്റേഷൻ എന്നാണ്. ദൈവത്തിന്റെ സന്ദർശന കാലയളവാണത്. അപ്പൊ ദൈവസഭയോടുള്ള ബന്ധത്തിലും വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങളോടൊപ്പം ഈ വചനങ്ങൾ ഞാനും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദൈവം നമ്മളെ എല്ലാവരെയും സന്ദർശിക്കുന്ന ദിവസങ്ങളാണ്. ആ സന്ദർശനം എന്തിന്റെ സന്ദർശനം എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ സന്ദർശനമല്ല, ന്യായവിധിക്ക് മുമ്പ് ഒരുക്കത്തിന്റെ ഒരു സന്ദർശനമാണ്. കർത്താവ് നമ്മുടെ വാതിൽക്കൽ മുക്തി വിളിക്കുകയാണ്. വേക്ക് അപ്പ്, ഇറ്റ് ഈസ് ടൈം ഫോർ ചേഞ്ച്. അങ്ങനെ ഒരു സമയമാണ്. ഇറ്റ്സ് എ ടൈം ഫോർ പ്രിപ്പറേഷൻ. കർത്താവിങ്കിലേക്ക് അടുത്തു വരുവാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ തിരിയുവാൻ ദൈവം അനുവദിക്കുന്ന ദിവസങ്ങളും സെഷൻസുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഗലാത്യ ലേഖനത്തിൽ നിന്നുമാണ്. അതിൽ പരിശുദ്ധാത്മാവിന്റെ വഴിയെ നടക്കണമെന്നുള്ള ഒരു ശബ്ദമാണ് ദൈവം നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നലെ രാത്രി ധ്യാനിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കുന്നു. 6-ാമത്തെ അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് പൗലോസ് പറയുകയാണ്. ഇന്നത്തെ ദിവസം പ്രഭാതത്തിൽ എനിക്ക് അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം കൂടെ വായിപ്പാനായി ഉള്ളിൽ നല്ല പ്രേരണ, നിയോഗം ഉണ്ട്. ഈ 6-ാം അധ്യായം 8-ന്റെ തൊട്ട് മുമ്പുള്ള വാക്യം എന്താ പറയുന്നതെന്ന് അറിയാമോ? 7-ാം വാക്യം, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. 7-ാം വാക്യത്തിന്റെ ഐഡിയ എന്താണെന്നറിയാമോ? എന്തിനാ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ ഇടയിൽ പറയുന്നത് ദൈവത്തെ പരിഹസിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ എന്തുവാ ആ വാക്യത്തിന്റെ പ്രസക്തി? ഈ ധ്യാനത്തിൽ പറയാം. പലരും they are so comfortable. പലരും ചിന്തിക്കുന്നത് എന്നെ ദൈവം തൊടുവെന്നോ, ഞാൻ നാശം കൊയ്യുമെന്നോ. എന്റെ അപ്പച്ചൻ മുതൽ ഞങ്ങൾ ദൈവത്തെ അറിയുന്നവരും, എന്റെ കൊച്ചുനാളിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചതും സ്നാനപ്പെടും, അത്യാവശ്യം പൈസയും ഒക്കെ ഞാൻ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരാള് ഇത് എനിക്കുള്ളതല്ല, ഇത് കേൾക്കേണ്ടിവർ ഇതിനകത്ത് വരണമായിരുന്നു. അവർ ചിന്തിക്കുന്നത് ഒരിക്കലും ഇത് എനിക്കുള്ളതല്ല. അവരോടാണ് പൗലോസ് പറയുന്നത് ഗലാത്യ സഭയിൽ, ദൈവത്തെ പരിഹസിച്ചു കൂടാ. ഇതെല്ലാവർക്കും ഒരുപോലെ, കർത്താവിന്റെ ദാസന്മാർക്കും 4-ാം തലമുറക്കാർക്കും 1-ാം തലമുറക്കാർക്കും എല്ലാം ഈക്വലി ആപ്ലിക്കബിൾ ആണ്. എന്നെ സംരക്ഷിക്കാൻ എന്റെ പിതാവിന് കഴിയത്തില്ല. എന്റെ പിതാവ് പാസ്റ്റർ ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ എന്റെ പിതാവിന് കഴിയത്തില്ല. ദൈവത്തെ പരിഹസിച്ചു കൂടാ. നാം എല്ലാവരും
വ്യക്തിപരമായി നമ്മുടെ കണക്ക് കൊടുക്കേണ്ടി വരും. പിതാവിന്റെ കണക്ക് പിതാവിനും, മകന്റെ കണക്ക് മകനും കിട്ടും. വല്യപ്പച്ചന്റെ കണക്ക് വല്യപ്പച്ചനും, വല്യപ്പച്ചന്റെ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ അത് എവിടെ മുതലാ പൗലോസ് പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ 6-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ തുടങ്ങിയതാണ് ഈ ആശയം. കാണാതെ പോകരുത് ദൈവമക്കളെ. 6-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, താൻ അല്പനായിരിക്കെ മഹാൻ എന്നൊരുത്തൻ നിരൂപിച്ചാൽ. 6-ന്റെ 3-ഉം 6-ന്റെ 7-ഉം തമ്മിലുള്ള ബന്ധം നിങ്ങൾ കാണുന്നുണ്ടോ? അല്പനായിട്ടിരിക്കുമ്പോ മഹാനെന്ന് നിരൂപിച്ചവൻ ദൈവത്തെ പരിഹസിക്കുകയാണ്. ദൈവം മുമ്പാകെ മാനസാന്തരപ്പെടാതെ വലിയ ശ്രേഷ്ഠത ചമഞ്ഞാൾ ഇരിക്കുകയാണ്. വാസ്തവത്തിൽ അയ്യം വിളിച്ചുകൊണ്ട് രട്ടിലും വെണ്ണീരിലും പഴയ നിയമ ഭക്തന്മാർ ഇരുന്നത് പോലെ ആ മനുഷ്യൻ ഞാനാകുന്നു എന്ന് പറയേണ്ട സ്ഥാനത്ത് പിന്നെയും മഹത്വം കളിച്ചുകൊണ്ടിരിക്കുന്നവനോട് പറയുക, ദൈവത്തെ പരിഹസിക്കല്ലേ സഹോദര, ദൈവത്തെ പരീക്ഷിക്കരുതേ സഹോദരി. മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. മറ്റൊരാൾ വിതയ്ക്കുന്നതല്ല ഞാൻ കൊയ്യുന്നത്, ഞാൻ വിതയ്ക്കുന്നത് ഞാൻ തന്നെ കൊയ്യും. ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനാ മുറിയിൽ ഇവിടെ ഞാൻ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, വലിയ ശബ്ദം എൻ്റെ ഉള്ളിൽ ദൈവം കേൾപ്പിക്കുന്നത് ഇതാ, ജനങ്ങളോട് വിളിച്ചു പറയണം, ആരും തന്നെത്താൻ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ആ വഞ്ചന എന്ന് പറയുന്നത്. ആ മഹാൻ എന്നുള്ള ചിന്ത, അല്പനായിരിക്കുമ്പോ ഞാൻ മഹാൻ എന്നുള്ള ചിന്ത, അത് ദൈവത്തെ പരിഹസിക്കുകയാണ്. കാരണം 6-ന്റെ 4-ാമത്തെ വാക്യത്തിൽ ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യണം. ഓരോരുത്തൻ ഇൻഡിവിജ്വലി. ചർച്ച് ഓഫ് ഗോഡ് ദുബായ് ഫുൾ ഗോസ്പലിലുള്ള എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് 2025-ന്റെ അവസാന ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയുണ്ട്, എന്റെ ഭാര്യ എങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല, എന്റെ പിതാവ് എങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല, എന്റെ മക്കൾ സൺഡേ സ്കൂളിൽ ഫ്രണ്ടില്, അതല്ല, ഞാൻ എങ്ങനെ ഉണ്ട്. ദൈവത്തെ പരിഹസിക്കരുത്, ഞാൻ എങ്ങനെ ഉണ്ട് എന്ന് അവരവർ ശോധന ചെയ്യേണ്ട സമയമാണിത്. എന്നിട്ട് 6-ാം അധ്യായം 4-ാം വാക്യം കേൾക്കണമേ. അവിടെ പറയുന്നത് ഇങ്ങനെയാ, ഓരോരുത്തൻ താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ. ഇന്നത്തെ ദിവസം പകലിൽ ഒരാൾ തന്നെത്താൻ ശോധന ചെയ്യുമ്പോ 10-ൽ 8 മാർക്ക് കിട്ടിയെന്ന് വെക്ക്, 8 മാർക്ക്. കർത്താവേ, 2025-ൽ പ്രാർത്ഥന മുടങ്ങാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ദൈവവചന ധ്യാനമില്ലാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. എനിക്ക് സ്വകാര്യ രഹസ്യ പാപങ്ങൾ ഇല്ലായിരുന്നു. 10-ൽ 8 മാർക്ക് കിട്ടിയെന്ന് വെക്ക്. പക്ഷെ ആ വ്യക്തിയോട് പറയുക, നീ പ്രവൃത്തി ശോധന ചെയ്തിട്ട് അവൻ തന്റെ പ്രശംസ, അവൻ തന്റെ നല്ല മാർക്ക് മറ്റൊരുത്തനെ എന്തോ എഴുതിയിരിക്കുന്നേ, കാണിക്കാതെ. ആ മാർക്ക് കാണിക്കരുത്. ദൈവത്തിന്റെ മുമ്പിൽ നീതിയോടെ നിഷ്കളങ്കരായി നടക്കാൻ ഈ വർഷം ഒത്തെങ്കിൽ ആ മാർക്ക് മാറ്റിപ്പിടിക്കണം. എനിക്ക് കാണിക്കണ്ട. എന്റെ പ്രശംസ, എന്റെ നല്ല മാർക്ക്, മൈ ഗുഡ് സ്റ്റാൻഡിങ്, എന്റെ നീതി പ്രവൃത്തികൾ, എന്റെ ഭക്തിയുടെ ജീവിതം ഞാൻ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഓരോരുത്തൻ, 5-ാമത്തെ വാക്യം ശ്രദ്ധിക്കണമേ, ഓരോരുത്തൻ താന്റെ ചുമട് ചുമക്കുമല്ലോ. ഏതാണ് ആ ചുമട്? അവന്റെ പ്രവൃത്തിയുടെ ചുമട്. നമ്മുടെ ചുമടിനെ താങ്ങാൻ ആരും വരത്തില്ല. നമ്മുടെ നല്ല മാർക്ക് കിട്ടിയെങ്കിൽ കർത്താവെ അങ്ങ് എന്നിൽ ചെയ്ത പ്രവൃത്തിയാണ് ഇത്, ആരെയും കാണിച്ച് എനിക്കൊരു പേര് വേണ്ട. ഇവിടെ 2025-ന്റെ അവസാന നിമിഷങ്ങളിൽ, ദിവസങ്ങളിൽ, ലോർഡ് യുവർ ഗ്രേസ് സസ്റ്റെയിൻഡ് മീ. ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ നീതി പ്രവൃത്തിയിൽ ഈ വർഷം വർദ്ധിച്ചുവെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാ. പക്ഷേ 10-ൽ 0 മാർക്കുള്ള ഒരാള് ചമയരുത് എനിക്ക് 10-ൽ 8 മാർക്കുണ്ടെന്ന്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നവർ കൈകളെ ഒന്ന് ഉയർത്താമോ? മനസ്സിലാകുന്നവർ കൈകളെ ഒന്ന് ഉയർത്താമോ? കരങ്ങൾ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ പിന്നെയും ചോദിക്കുന്നത്, എന്താ ഇവിടെ അപ്പോസ്തലൻ പറയുന്നേ? അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്, താൻ അല്പനായിരിക്കെ
10ൽ 0 മാർക്കേ ഉള്ളൂ. 2025 ജഡത്തിന്റെ അഭിലാഷങ്ങളെ മരിപ്പിച്ചതിൽ 10ൽ 0 മാർക്കേ ഉള്ളപ്പോ എനിക്ക് 10ൽ 8 എന്ന് പറഞ്ഞ് തന്നെ 8 എഴുതി ആരെ കാണിക്കരുത്, ദൈവത്തെ പരിഹസിക്കരുത്. ഈ പരീക്ഷാ പേപ്പർ തന്ന കർത്താവിന്റെ മുമ്പിൽ കള്ളമാർക്ക് കൊണ്ട് ചെല്ലല്ലേ. കള്ളമാർക്കും കൊണ്ട് ചെന്നാൽ ഇതെല്ലാം ദൈവം അറിയുന്നു. എന്നെ നല്ലതായി ദൂരത്ത് നിന്ന് തന്നെ എന്റെ കൈകളുടെ പ്രവൃത്തി മാത്രമല്ല, എന്റെ നിരൂപണങ്ങൾ പോലും. ഞാൻ ചർച്ചിൽ വന്ന് കസാര ഇട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇട്ടതിന്റെ ഉദ്ദേശം അറിയാം. ഞാൻ സ്പോൺസർ ചെയ്തേക്കാം, ആ പറഞ്ഞതിന്റെ ഉദ്ദേശം അറിയാം. ഈ ദൈവത്തിന്റെ മുമ്പിൽ എന്റെ പ്രശംസ കാണിക്കാൻ, ഇല്ലാത്തതൊന്ന് കാണിക്കാൻ നിൽക്കരുത്. ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ അടുത്ത് ചെല്ലുമ്പോ യു നോ മീ. പത്രോസ് യേശുവിനോട് പറയുന്ന പോലെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അവസാനം പത്രോസ് പറയാ, നീ സകലം അറിയുന്നു, എന്റെ മാർക്ക് എത്ര എന്നുള്ളത് നീ അറിയുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാവരും മനസ്സിലാക്കണമേ, ആർക്കാണ് ദൈവത്തിന്റെ കൃപ ഈ പ്രഭാതത്തിൽ ദൈവം ചൊരിയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ, തന്നെത്താൻ താഴ്ത്തി എളിമയോടെ ഉന്നത ഭാവമില്ലാതെ അല്പനായിരിക്കെ ജ്ഞാനി എന്ന് തന്നെത്താൻ തെറ്റിദ്ധരിക്കാതെ, ടു ഗോ ടു ജീസസ് ആസ് യു ആർ. എന്നാൽ തന്നെത്താൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോ ഗുഡ് മാർക്കാ ഉള്ളതെങ്കിൽ അത് തന്നെത്താൻ അടക്കി വെച്ചിട്ട് അവരവരുടെ പ്രവൃത്തികളുമായി ദൈവത്തിന്റെ മുമ്പേ ചെല്ലണം. ദൈവത്തെ പരിഹസിച്ചു കൂടാ. തന്നെത്താൻ മാർക്ക് ഇട്ടുകൊണ്ട് ചെല്ലരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ സ്പിരിച്വൽ മാർക്ക് കാണിക്കാൻ നിൽക്കരുത്. ഹംബിൾ യുവർ സെൽഫ് ബിഫോർ ദ ലോർഡ് എന്ന ശബ്ദമാണ് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഇനിയും ആ 8ാമത്തെ വാക്യത്തിന്റെ അർത്ഥം പൂർണ്ണമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൈമാറാൻ താല്പര്യമുണ്ട്. കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ സാധാരണഗതിയിൽ ഒരാൾക്കും ഉൾക്കൊള്ളാൻ ഒക്കുന്നതല്ല. രക്ഷിക്കപ്പെട്ടെന്ന് കരുതുന്നവരോട്, അന്യഭാഷ അടയാളമുള്ളവരോട് വീര്യപ്രവൃത്തി ഉണ്ട് എന്ന് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. 4-ന്റെ 6-ാമത്തെ വാക്യത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നവരാണെന്ന് പറയുന്നു. ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3-ന്റെ 3-ൽ ആത്മാവ് കൊണ്ട് ഇവർ ആരംഭിച്ചവരാണ്. 3-ന്റെ 4-ൽ വീര്യപ്രവൃത്തികൾ ഇവർ കണ്ടവരാണ്. 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ ഇവർക്കുണ്ടോന്ന് സംശയമുണ്ടോ? 4-ന്റെ 6 ശ്രദ്ധിച്ചേ, നിങ്ങൾ മക്കളാകൊണ്ട്. ആരാണ് ഗലാത്യ സഭയിലുള്ളവർ? അവിശ്വാസികളല്ല, ഇവർ വിശ്വാസികളാണ്, ഇവർ മക്കളാണ്. ആത്മാവിനെ പാനം ചെയ്തിട്ടുണ്ടോ? 100%. 3-ന്റെ 3-ൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ചവരാണിവർ. ഇവർ മക്കളാണ്. ഇവർ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എങ്ങനെയാ പ്രാർത്ഥന തുടങ്ങുന്നത്? ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. 4-ന്റെ 6-ൽ അതല്ലേ പറയുന്നത്? മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു. ഇവരോടാ പറയുന്നത്. വിശ്വസിക്കാൻ ഒക്കുന്നുണ്ടോ? മക്കളോടാ പറയുന്നത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചവരോടാ പറയുന്നത്. വീര്യപ്രവൃത്തി കണ്ടവരോടാ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങൾ ജഡത്തിൽ വിതയ്ക്കുന്നുവെങ്കിൽ ജഡത്തിൽ നാശം കൊയ്യും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് അങ്ങ് വീഴുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ വളർത്തുന്ന നമ്മൾക്ക് അറിയാം, നോർമലായി നാച്ചുറലായിട്ട് അങ്ങ് വളരുവാണോ ജനിച്ച ദിവസം മുതൽ? എന്ത് ശ്രദ്ധിക്കണം. വാക്സിനേഷന്റെ സമയത്ത് വാക്സിനേഷൻ എടുക്കണം, വൈറ്റമിൻ ഡ്രോപ്സിന്റെ സമയത്ത് അത് കൊടുക്കണം, എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് സമയം തെറ്റാതെ കലണ്ടറിൽ നമ്മൾ വട്ടം ഇട്ടുകൊണ്ട് പോയി കറക്റ്റ് സമയം ഓർപ്പിക്കത്തില്ലേ? ഭാര്യമാർ ഓർപ്പിക്കത്തില്ലേ, അച്ഛാ അടുത്ത ആഴ്ച അവന്റെ വാക്സിനേഷൻ എടുക്കണം. നാച്ചുറലി ചുമ്മാ അങ്ങ് വളരുകയല്ല, അവർക്ക് പോഷകം കൊടുക്കുന്നു, സ്ക്രീൻ ടൈം സെറ്റ് ചെയ്യുന്നു. നല്ല അറിവുള്ള പേരൻസ് അവർ പറയും, മോനെ യുവർ സ്ക്രീൻ ടൈം ഈസ് ഓവർ.
ഇനി സ്ക്രീൻ ടൈമിൽ തന്നെ യൂട്യൂബ് കിഡ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ആപ്പില്ലേ? ചുമ്മാ യൂട്യൂബ് ആരെങ്കിലും അറിവുള്ളവർ തുറന്നു കൊടുക്കുമോ പിള്ളേർക്ക്? മോനെ കണ്ടോ, മോനെ കണ്ടോ? നോ 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 നോ. ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നില്ലേ നമ്മൾ? എന്തിനാ? യൂട്യൂബ് കിഡ്സിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് കേരളത്തിൽ ഇരുന്ന് എന്താ കണ്ടതെന്ന് എനിക്ക് എൻ്റെ ഫോണിൽ അറിയാം, ഇപ്പൊ അറിയാം. എവിടെങ്കിലും അങ്ങോട്ട് മാറിപ്പോയ ഉടൻ ഞാൻ വൈഫിനെ വിളിക്കോ, അടുത്തില്ലയോ, മാറിയല്ലോ, ചാനൽ മാറിയല്ലോ. ഹൗ കെയർഫുൾ വി ആർ. 3 വയസ്സുള്ളവരും 4 വയസ്സുള്ളവരും ചുമ്മാതെ വളരത്തില്ല, അവർ വിതച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇവരുടെ വിതയ്ക്കൽ കറക്റ്റ് ആകണേ. പാസ്റ്റർ മോളായിട്ട് കാര്യമുണ്ടോ? പാസ്റ്റർ മോനായിട്ട് കാര്യമുണ്ടോ? വീട്ടിൽ ഫുഡ് ഉണ്ട്? ഇല്ലില്ല, ഫുഡ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ഉണ്ട് അവിടെ നോക്കാൻ ഈ കുഞ്ഞുങ്ങളെ. പക്ഷേ ഫുഡിന്റെ സമയത്ത് വൈഫിന് നിർബന്ധം ഞാൻ 3 പേരെയും കൊടുക്കണം. കുഞ്ഞുങ്ങളെ അവരുടെ വസ്ത്രം നനയ്ക്കാനോ തറ തൂക്കാനോ അവർ ചെയ്യട്ടെ, പക്ഷെ ഭക്ഷണം എനിക്ക് 3 പേർക്കും കൊടുക്കണം. എന്താ ചോദിച്ചാ, ഇത് അകത്തോട്ട് ചെല്ലുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോ അല്ലെ അങ്ങോട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് കഴിയുമ്പോ എംറ്റി പ്ലേറ്റ് കൊണ്ടുവന്നു. ഈ കുഞ്ഞുങ്ങൾ ഇത് കഴിച്ചോ? അറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഹൗ കെയർഫുൾ വി ആർ. നാച്ചുറൽ ആയിട്ട് അങ്ങ് വളരുകയല്ല, നമ്മൾ എല്ലാവരും പെയിൻ എടുക്കുകയല്ലേ. ഇനി ടെമ്പറേച്ചർ ഉള്ള ഒരു സമയമാണെങ്കിൽ ഈ കാൽപോളും കൊടുത്ത് എല്ലാ 2 മണിക്കൂറും ഉണ്ടോ ഉണ്ടോ, അല്ലെ ഇത് ഫിറ്റ്സ് ആയിട്ട് മാറുമോ? ഹൗ കെയർഫുൾ വി ആർ. ആത്മീകതയിൽ പൗലോസ് പറയുക, നിങ്ങൾ ജനിച്ചു എന്നുള്ളത് ശരിയാണ്, നിങ്ങൾ മക്കളാ എന്നുള്ളത് ശരിയാണ്, ആത്മാവ് കൊണ്ട് ആരംഭിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷേ there are all chances that your channel will change. നമ്മുടെ ഭൗമികമായ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഡെലിബറേറ്റ് ആയ ഒരു ട്രാക്കിലൂടാണെങ്കിൽ, ആക്കാൻ നമ്മൾ ആ ട്രാക്ക് വിരിച്ചിട്ടുണ്ടെങ്കിൽ, 5:25 പൗലോസ് പറയുന്ന ആ മൂലപദത്തിന്റെ അർത്ഥം ഞാൻ ഒന്നുകൂടെ പരിശോധിച്ചു ദൈവമക്കളെ. നിങ്ങൾ ആത്മാവിനാൽ ജീവിക്കുന്നു എങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ മൂലപദത്തിന്റെ അർത്ഥം make sure that you are in line with the spirit, you are in track with the spirit. ആത്മാവിന്റെ ട്രാക്ക് കൊണ്ട് വീണ്ടും ജനിച്ചവന് ഈ ട്രാക്ക് ലോകത്തിന്റെ ട്രാക്കിൽ നിന്നും ആന ആടും പോലെ എന്നുള്ള അല്ല, പകൽ രാത്രി പോലുള്ള വ്യത്യാസമുണ്ട്. 2025 നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആത്മാവിന്റെ ഒരു ട്രാക്ക്? ആത്മാവിന്റെ ട്രാക്ക് ഞായറാഴ്ച വരുമ്പോൾ മാത്രമല്ല, ജോലി സ്ഥലത്തിൽ ഓരോ പ്രാവശ്യം മന്ത്ലി സാലറി ക്രെഡിറ്റഡ് ആകുമ്പോൾ ഓരോ നല്ല സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിന് നടുക്കിലും ആത്മാവിനാൽ വിതയ്ക്കാനുള്ള വഴി ജഡത്തിന്റെ വഴിയിൽ നിന്നും വ്യത്യാസമുള്ളതാണ്. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അതാണ് ഭയാനകം. മക്കളോട് പറയുക, ആത്മാവ് കൊണ്ട് ആരംഭിച്ചവരോട് പറയുക, if you are not in line with the spirit, if you are not walking in track and companionship of the Holy Spirit, what is waiting is destruction. ഓ, ഈ വാക്ക് ശ്രദ്ധിക്കണമേ. ഈ നാശം കൊയ്യുമെന്നുള്ള ആ പദം മനസ്സിലാക്കാൻ വേണ്ടി 2 പത്രോസിന്റെ ലേഖനം 1:3-4 വാക്യത്തിൽ ഇതേ പദമാണ് എഴുതിയിരിക്കുന്നത്. ഞാനത് വായിക്കാൻ പോവുക. അതിപ്പോ എന്തുവാ ഈ നാശം കൊയ്യാന്ന് പറഞ്ഞാൽ? ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ദുബായിലെ വിശ്വാസികളോടാണ് ഞാൻ ഈ പകലിൽ സംസാരിക്കുന്നത്. ഞാൻ ആത്മാവിനാൽ വിതച്ചില്ല എങ്കിൽ, അനുദിനം ആത്മാവിന്റെ ശബ്ദം, കുഞ്ഞുങ്ങളെ ഏത് കോഴ്സ് പഠിപ്പിക്കണം, ഞാൻ ഏത് വസ്ത്രം ധരിക്കണം, ഞാൻ ഏത് രാജ്യത്ത് ജീവിക്കണം, ഇന്ന ജോലി എനിക്ക് എടുക്കാമോ, പൈസ അല്ല നിശ്ചയിക്കുന്നത്, ആത്മാവിന്റെ വഴി എനിക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല എങ്കിൽ ഞാൻ നാശം കൊയ്യുമെന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം കിടക്കുന്നു 2 പത്രോസ് 1:3-4 വാക്യം. 3 ഞാൻ വായിക്കുന്നത് ആ 4-ാം വാക്യം പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാ. 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ. എങ്ങനാ നമ്മളെ വിളിച്ചത്? തന്റെ മഹത്വത്താലും, ഇൻ ഹിസ് ഗ്ലോറി.
തന്റെ വീര്യത്താലും. നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട പാപികളായ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയാ വിളിച്ചത്? വിശുദ്ധ വിളിയാണിത്. അപ്പോൾ തന്നെ പത്രോസ് പറയുക, തന്റെ മഹത്വത്താലും തന്റെ ഗ്ലോറിയിനാൽ തന്റെ വീര്യത്താൽ നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. വിളിച്ചവന്റെ പരിജ്ഞാനം ലോകത്തിന്റെ ജ്ഞാനമല്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് വിസ്ഡം. ആ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി. വിളിച്ചവന്റെ ദിവ്യ ശക്തി, ജീവനുള്ളത്, ഭക്തിക്ക് വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. കഴിക്കാനുള്ളതുണ്ട്, കുടിക്കാനുള്ളതുണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നേറാനുള്ളത് ഈ വീരനാം ദൈവം, മഹത്വമുള്ള ദൈവം തന്റെ ദിവ്യ ശക്തിയാൽ നമുക്ക് നൽകിയിരിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്കാ ശ്രദ്ധിക്കേണ്ടത്, എവയാൽ ദിവ്യ ശക്തി കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളാൽ നമുക്ക് വിലയേറിയതും, കേൾക്കുന്നുണ്ടോ, അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഏതാ ഈ വാഗ്ദത്തം? ഏത് രാജ്യത്തിലോട്ട് പോകുമെന്നുള്ളതല്ല ഈ വാഗ്ദത്തം. ഈ വാഗ്ദത്തം മുമ്പിലുള്ള വാക്യങ്ങളിൽ പറയുന്നത് നമ്മൾ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകപ്പെടുമെന്നുള്ള വാഗ്ദത്തം. വീരനായ ദൈവം തന്റെ മഹത്വം കൊണ്ട് തന്റെ ദിവ്യ ശക്തിയിൽ നമുക്ക് ആവശ്യമുള്ളത് നൽകിയിട്ട് പറയുക, വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ഇവയാൽ, ഈ വാഗ്ദത്തം ഉള്ളവർ എന്തോ ചെയ്യണം? ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ വിളിക്കപ്പെട്ട വാഗ്ദത്തമുള്ളവർ, ഇവയാൽ നിങ്ങൾ, ദിവ്യ ശക്തിയുള്ളവർ എന്തോ ചെയ്യണം? ആ ദിവ്യ ശക്തിയാൽ നിങ്ങൾ ഈ ലോകത്തിൽ മോഹത്താലുള്ള, അടുത്ത വാക്കെന്താ? നാശം കൊയ്യുമെന്ന് പറഞ്ഞാൽ എന്താ? മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. മോഹവും ദിവ്യ സ്വഭാവവും ഒരുമിച്ച് പോകുകയില്ല. ആത്മാവും ജഡ അഭിലാഷവും ഒരുമിച്ച് പോകത്തില്ല. ആത്മാഭിലാഷം ജഡാഭിലാഷത്തിന് വിരോധമായിരിക്കുന്നു. ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ വിളിക്കപ്പെട്ട നമുക്ക് മോഹത്തിലുള്ള നാശത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല. എന്ത് മോഹമാണ് ദൈവമക്കളെ ഈ പറയുന്നത്? ഈ പത്രോസ് പറയുന്ന അതേ ഭാഷയല്ലേ 5-ാം അധ്യായം 16 മുതൽ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നത്? 5:16 വായിച്ചില്ലേ? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നിവർത്തിക്കുകയില്ല. 5:17 വായിച്ചില്ലേ? ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് വിപരീതമായിരിക്കുന്നു. 5:24 വാക്യത്തിൽ വായിച്ചില്ലേ? ക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. കാരണം ഈ ക്രൂശിച്ചിരിക്കുന്ന അവസ്ഥയിലെ ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകാൻ കഴിയുള്ളൂ. അപ്പൊ എന്തുവാ ഈ മോഹത്താലുള്ള നാശം? പറയാം ദൈവമക്കളെ, ഈ മോഹം നമ്മുടെ എന്താണെന്നറിയാമോ? ഈ മോഹം വാങ്ങിക്കാൻ നിൽക്കുന്നേ. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മോഹവും ജഡത്തിന്റെ വിതയും എന്നിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ച് അത് ഡിസ്കവർ ചെയ്ത ദിവസം ഈ ഒരു ലോകം മുഴുവൻ ഒന്നുകൂടെ എന്റെ മുമ്പിൽ ജനിക്കുന്ന പോലെയുള്ള ഒരു പുതിയ ഒരു കാഴ്ചയാണ് എനിക്കുണ്ടായത്. ജഡത്തിനും മോഹത്തിനും എന്റെ വേണ്ടിയ ഒരു കാര്യം എന്റെ സമയമാണ്. മൈ ടൈം. അതിനെയാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത്. എന്റെ സമയം എന്ന് പറയുമ്പോ എന്റെ ജീവനാണ് എന്റെ സമയം. എന്റെ ജീവൻ, ഞാൻ ശ്വസിക്കുന്ന എന്റെ ആയുസ്. മോഹത്തിൽ കീഴ്പ്പെട്ടവർ, ജഡാഭിലാഷത്തിൽ വിതയ്ക്കുന്നവർ, they will have no time for God and his word.
അവരുടെ സമയം മുഴുവൻ പോകാൻ സാധ്യത. മോഹം നിറഞ്ഞു നിൽക്കുക, ജഡ അഭിലാഷം നിറഞ്ഞു നിൽക്കുക, കുറെ ഭൗമിക വാഗ്ദത്തവും നിറഞ്ഞു നിൽക്കുക. ഇവിടെ എത്തിപ്പിടിക്കാൻ വേണ്ടി എന്റെ ആയുസ് കൊടുക്കുക. ആയുസ്സിന് പകരം എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളിയാകാനോ വചനം ധ്യാനിക്കാനോ ആത്മാവിനെ പാനം ചെയ്യാനോ കുഞ്ഞുങ്ങളെ വളർത്താനോ സമയമില്ല. എനിക്കുള്ളതിൽ തൃപ്തിപ്പെടാൻ കഴിയാതെ ഞാൻ ഏതോ കാറ്റിനെ പിടിക്കാൻ പോകുന്നത് പോലെ ഞാൻ ഓട്ടോ. എനിക്കില്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് സമയമില്ല. എനിക്ക് ആഗ്രഹമുണ്ട് പാസ്റ്ററെ, എനിക്ക് ആഗ്രഹമുണ്ട്. മോഹത്താലുള്ള നാശം എന്ന് പറഞ്ഞാൽ, ജഡത്തിൽ വിതച്ചവർ നാശം കൊയ്യുമെന്ന് പറഞ്ഞാൽ, ലോകം നമ്മുടെ സമയമെടുത്ത് പൈസ നമ്മുടെ കയ്യിൽ തരും, പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ കൂട്ടത്തിൽ അങ്ങ് എടുക്കും ലോകം. നമുക്ക് പൈസ ഇങ്ങോട്ട് തരും, വെച്ച് നീട്ടും. I'll give you more money, work more, I'll give you more money. ആ മോഹത്തിൽ നമ്മൾ പിന്നെയും വർക്ക് ചെയ്തോണ്ടിരിക്കും. റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാലും കഴിക്കാനും കുടിക്കാനും ഉണ്ടെങ്കിലും നമ്മൾ നിർത്തത്തില്ല, കാരണം ആ ടേസ്റ്റ് നമുക്ക് കിട്ടി. ഇതെവിടെ വരുമെന്ന് ചോദിച്ചാൽ ഫാമിലിയിൽ പ്രോബ്ലം ഇതുണ്ടാക്കും, ഇത് നാശം ഉണ്ടാക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലം, ചിൽഡ്രൻ പേരൻസ് പ്രോബ്ലം. അവരെ എവിടെയെല്ലാം പഠിപ്പിക്കാൻ വിടാൻ നമ്മുടെ പൈസ ഉണ്ട്, പക്ഷേ അനുസരണക്കേടുള്ള കുഞ്ഞായി അവർ വളർന്നു വരും. അവർ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ അവരാഗ്രഹിക്കുന്നത് അടച്ചിട്ട മുറിയിലിരുന്ന് ഗാഡ്ജറ്റ്സിനോടൊപ്പം ഇരിക്കുന്നതാ. അമ്മയുടെ കൂടെ ഇരിക്കുന്നതിനെക്കാട്ടിൽ അവരെ സന്തോഷിപ്പിക്കാൻ പോകുന്നത്. ഈ നാശം ലോകത്തിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിൽ വ്യക്തിപരമായി പോയി കാണാൻ എനിക്ക് ആ അവസരങ്ങൾ ലഭിച്ചു. ഈ പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ നിവർത്തിയായി. വിതച്ചുകൊണ്ടിരിക്കുക, മോഹത്തിന് കീഴ്പ്പെട്ടു. നാശമെന്ന് പറഞ്ഞാൽ, ഒരു ഭവനത്തിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളൂടെ താമസിക്കുന്ന ഒരു ഭവനത്തിൽ ഫാമിലി പ്രയറിന് ഇരിക്കാൻ നേരം ഫാദർ പേടിച്ചു ചോദിക്കുക, മോനെ, ഡു യു ഹാവ് ടൈം ടു കം ആൻഡ് സിറ്റ് വിത്ത് അസ് ഫോർ ദ ഫാമിലി പ്രയർ? അവിടുന്ന് ഒരു ഉത്തരമാണ്, നോ ഡാഡ്, ഐ ആം ബിസി. വേറൊരു ഭവനത്തിൽ ഞാൻ കണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുക. ഞാൻ ചോദിച്ചു, അങ്കിളെ, സൺ, യു കൻ ആസ്ക് ഹിം ഓൾസോ ടു ജോയിൻ, വി കൻ ഹാവ്. വാതിലിലൂടെ നോക്കുക, വണ്ടി വെളി കിടപ്പുണ്ടോ, മോൻ ആ വീട്ടിലുണ്ടോ എന്ന് പപ്പായ്ക്കും മമ്മിക്കും അറിയത്തില്ല. അറിയണമെങ്കിൽ ജനല് തുറന്നു നോക്കണം, മോന്റെ വണ്ടി ഉണ്ടോ. എന്താ മോന്റെ ആ ഡോറെ പോയി നോക്കാത്തത്? ഹി ഡസന്റ് ലൈക്ക് ഇറ്റ്. വീട്ടിലെ നിയമമാ, നോബഡി ഷുഡ് എൻറ്റർ മൈ ബെഡ്റൂം. ഇത് ഞാൻ പറയുന്നത് അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ വീടുകളുടെ അവസ്ഥയല്ല. ആത്മാവിനാൽ തുടങ്ങിയിട്ട് ആത്മാവിൽ വിതയ്ക്കാൻ ഒക്കാത്തവർ നാശം കൊയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൽ തന്നെ നാശം നമ്മൾ എരന്നു വാങ്ങും. പ്രിയ ദൈവമക്കളെ, ഈ വചനം ഒരാളിൽ ക്രിയ ചെയ്താൽ എന്ത് നടക്കും? ചിലപ്പോ നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കും, അല്ല പാസ്റ്റർ, ഈ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ വാട്ട് ഇറ്റ് മീൻസ് നൗ ഫോർ മീ. ഞാൻ പറയാം. യുഎസിന്റെ പ്രദേശത്ത് ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ പേരോ സ്ഥലമോ ഞാനിപ്പോ പറയുന്നില്ല, ഒരു പ്രധാന നഗരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 3 കുഞ്ഞുങ്ങൾ, വെൽ സെറ്റിൽഡ്, ഓൺ ഹൗസ്, എവറിഥിങ് ഈസ് ഗോയിങ് വെൽ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക, ഇങ്ങനൊരു വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, ദൈവത്തിന്റെ സാന്നിധ്യത്തിലും നിയോഗത്തിലുമാണ് ഒരു സ്ഥലത്ത് സംസാരിക്കുന്നതെങ്കിൽ ദൈവം ഉള്ളിനെ തുറക്കും. അതൊരു വ്യക്തിയുടെ മിടുക്കല്ല, വചനത്തിന്റെ ശക്തിയാ. ഈ വ്യക്തി എന്നോട് പറയുക, പാസ്റ്ററെ, ഈ വചനം എന്റെ ഉള്ളിലേക്ക് കേറുന്നു,
എനിക്ക് മനസ്സിലാകുന്നു എനിക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും. ഈ ലെവലിൽ ഞാൻ പോയാൽ എന്റെ വൈഫിന് സമയമില്ല, എനിക്ക് സമയമില്ല. ബോത്ത് ഓഫ് us ആർ വർക്കിംഗ്. കാരണം ഈ സിറ്റിയിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഇൻകം ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. ആൻഡ് തിങ്സ് ആർ ഗുഡ്, എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ. വചനത്തിന്റെ ശക്തിയിൽ തന്നിൽ ക്രിയ ചെയ്തത് എന്താണെന്നറിയാം? ആസ് എ ഫാമിലി they decided my wife is not going to work. For the next couple of years, she will focus on our 3 children. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യാൻ പോവാ. അവരെ ബൈബിൾ പഠിപ്പിക്കണം, അവർക്ക് വല്ലതും ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ കൂടെ ഇരിക്കണം. അപ്പൊ എങ്ങനെ ഈ നഗരത്തിൽ ജീവിക്കും? ഒരാളുടെ സാലറി കൊണ്ട് ജീവിക്കാനൊക്കത്തില്ല. ഈ ചെറുപ്പക്കാരനായ മനുഷ്യൻ 40 പോലും ആയിട്ടില്ല, ചെയ്തത് എന്താണെന്നറിയാം? Immediately he decided, I am going to sell my house. ഈ സിറ്റിയിൽ നിന്ന് ഞാൻ പോവാ, ദൂര സിറ്റിയിൽ. അവിടെ ഒരാളുടെ സാലറി മതി എനിക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയി ഈ ഫാമിലിയെ കണ്ടു. എന്തോ ഒരു ആത്മീയ സന്തോഷം, എന്തോ ഒരു തൃപ്തി. ഈ കുഞ്ഞുങ്ങളെല്ലാം അടുത്ത് നിൽക്കുക. അവർ ജീവിച്ച വലിയ വീട്ടിൽ നിന്നും കൊച്ചു വീട്ടിൽ വന്നു. അവർ ജീവിച്ച പ്രധാന നഗരത്തിൽ നിന്നും അറിയപ്പെടാത്ത നഗരത്തിൽ വന്നു. ഒരാളുടെ സാലറി കൊണ്ട് എല്ലാം നടക്കുന്നു. പഴയ വണ്ടി മാറി, പഴയ വീട് മാറി, കൊയ്തോണ്ടിരിക്കുക. എന്തോ കൊയ്യുന്നേ? നാശമല്ല, അവർ ജീവനെ കൊയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ സമാധാനവും സന്തോഷവും ആത്മാവിന്റെ ഐക്യതയും ആ കുടുംബത്തിൽ ദർശിപ്പാൻ എനിക്ക് സാധിച്ചു. ഈ 2025 അവസാനം ഏത് വാഗ്ദത്തമാണ് നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്നത്? ദിവ്യ സ്വഭാവത്തോട് കൂട്ടാളികളാകാനുള്ള വാഗ്ദത്തമാണെങ്കിൽ, ആത്മാവിന്റെ ഫലമുള്ള വാഗ്ദത്തമാണെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവ സ്വഭാവമുള്ളവരാകും. അങ്ങനെയാണെങ്കിൽ മോഹത്തിന്റെ നാശത്തിൽ നിന്ന് ഓടണം. യു ഹാവ് ടു ടേക്ക് റാഡിക്കൽ ഡിസിഷൻ. അങ്ങനെയുള്ളവരോടാണ് പ്രാർത്ഥിച്ചപ്പോ പ്രിയ സിസ്റ്റർ ഇവിടെ പ്രാർത്ഥിച്ചല്ലോ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരോട് ഒരു പ്രോമിസ് ഉണ്ട്. അത്യാഗ്രഹികളോടല്ല, ജഡത്തിൽ വിതയ്ക്കുന്നവരോടല്ല, ആത്മാവിൽ വിതച്ച് ആത്മാവിന്റെ നിയോഗത്തിൽ ടു കീപ് ഇൻ ലൈൻ വിത്ത് ദ സ്പിരിറ്റ്. അങ്ങനെയുള്ളവരോട് യേശു പറയുന്ന വാഗ്ദത്തമാ, നീ എന്നെ പ്രയോറിറ്റൈസ് ചെയ്യും, നിന്റെ കുഞ്ഞുങ്ങളുടെ ആഹാരത്തിന് ബുദ്ധിമുട്ട് വരത്തില്ല. മുൻപേ അവന്റെ രാജ്യ നീതി അന്വേഷിച്ച അതോടുകൂടെ എന്തോ കിട്ടും? സർവവുമല്ല, ഇതൊക്കെയും. ഏതൊക്കെയും? എന്ത് കുടിക്കും, എന്ത് കഴിക്കും ചിന്തിക്കണ്ട. ദൈവം ആ ഒരാളുടെ സാലറി ആണോ അതിനെ വർദ്ധിപ്പിച്ചു തരും. ഇനി 2 പേരും ജോലി ചെയ്യുകയാണോ, കിങ്ഡം പ്രയോറിറ്റൈസ് ചെയ്യ്, ടൈം റെഡീം ചെയ്യാനുള്ള കൃപ ദൈവം നൽകും. അങ്ങനെയുള്ള ഷിഫ്റ്റുകൾ ദൈവം നൽകും. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ദൈവം നൽകും. ഈ ഗലാത്യ ലേഖനം 6 ആത്മാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എങ്ങനെ എഫേസ്യ ലേഖനം 5 ആത്മാവിനെ ഒന്ന് കാണാതിരിക്കും? ഒന്ന് നോക്കണം. എഫേസ്യ ലേഖനം 5 അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ 15 വാക്യം ഞാൻ വായിച്ചു തുടങ്ങട്ടെ. എന്താ അവിടെ പറയുന്നതെന്നറിയോ? ജഡത്തിലാണോ വിതയ്ക്കുന്നത്, ആത്മാവിലാണോ വിതയ്ക്കുന്നത്? ജീവനെ കൊയ്യുമോ? അവസാനമുള്ള നിത്യജീവന്റെ ടേസ്റ്റ് ഇന്നേ ഉണ്ട് കേട്ടോ, ഇന്നേ ഉണ്ട്. നിത്യജീവൻ എന്ന് പറയുമ്പം മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഒരു കാര്യമായി മാത്രം ചിന്തിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 17:3 അവനെ അറിയുന്നവർക്ക് ജീവൻ ഉണ്ട്, ഇന്നേ അതിന്റെ ടേസ്റ്റ് കിട്ടും. നാശം, കർത്താവിന്റെ വരവിങ്കൽ ന്യായവിധിയുടെ നാശത്തിന്റെ ടേസ്റ്റ് ഇന്നേ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ കാണാനൊക്കും. നോക്കണം 5:15. ആകയാൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങൾ ആ വാക്യം എന്നോടൊപ്പം ഒന്ന് ഉറക്കെ വായിക്കാമോ? 5:15. ആകയാൽ സൂക്ഷ്മത്തോടെ
അജ്ഞാനികളായിട്ടല്ല, അല്ല അല്ല അല്ല, മോഹത്തിൽ നാശം കൊയ്യുന്നവരായിട്ടല്ല, ജഡത്തിൽ വിതയ്ക്കുന്നവരായിട്ടല്ല, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. എന്തോ ആ നടപ്പ്? അടുത്ത വാക്ക്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. ആ, എന്തോ ഈ വാക്യത്തിന്റെ അർത്ഥം? നമ്മൾ മലയാള പരിഭാഷ വായിക്കുമ്പോ ഇത് ദുഷ്കാലമാണ്. എന്തോ ദുഷ്കാലത്തിന്റെ ലക്ഷണം? 2 തീമോഥെയോസ് 3 ഞാൻ ഇന്നലെ വായിച്ചു. ഓ, മനുഷ്യർ സ്വസ്നേഹികളാകുന്ന കാലം, ദ്രവ്യാഗ്രഹം കൊണ്ട് തല പിടിച്ച കാലം, വമ്പ് പറയുന്ന കാര്യം, കോമ്പറ്റീഷന്റെ കാലം. ഇത് ദുഷ്കാലമാണ്. എനിക്ക് എങ്ങനെയായാലും മറ്റുള്ളവരെക്കാട്ടി നല്ല വീട് വേണം, മറ്റുള്ളവരെക്കാട്ടി നല്ല വണ്ടി വേണം, എന്റെ കുഞ്ഞുങ്ങൾ ആരും പോവാത്ത ദേശത്തിൽ പോകണം, അവർ പഠിക്കുന്നതിനെക്കാട്ടി നല്ല യൂണിവേഴ്സിറ്റി എന്റെ കുഞ്ഞുങ്ങൾ, ഇതേ ഉള്ളു തലയിൽ. ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ അത് വ്യക്തമായി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡേയ്സ് ആർ ഈവിൾ, റെഡീം ടൈം എന്നാ പറയുന്നത്. സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ബൈ ടൈം, സമയം വാങ്ങിക്കണം. ജ്ഞാനികൾ എന്തോ ചെയ്യും? സമയം വാങ്ങിക്കും. എങ്ങനെ സമയം വാങ്ങിക്കാൻ ഒക്കും? പൈസ ഇങ്ങോട്ട് കിട്ടത്തില്ല, പൈസ വേണ്ട എന്ന് പറഞ്ഞ് 5 മണിക്കൂർ ഇങ്ങ് വാങ്ങിക്കും. എൻ്റെ ഒരു പ്രിയ കസിൻ സിസ്റ്റർ, അവള് സ്റ്റേറ്റ്സിൽ ഡാളസിലാണ് താമസിക്കുന്നത്. അവൾ എന്നോട് പറഞ്ഞ, എഗെയിൻ 3 കുഞ്ഞുങ്ങളാണ്, 3 പെൺകുഞ്ഞുങ്ങളാണ്. എന്നെ അതിശയപ്പെടുത്തി ആ ഭവനത്തിന്റെ അവസ്ഥ. ഇവള് പറയാ, ജോയെ, എനിക്ക് 5 ദിവസവും ജോലിയുണ്ട്, ഞാൻ ഗവൺമെന്റിന്റെ ഇതിൽ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉള്ള ആളാ, 5 ദിവസവും ജോലിയുണ്ട്, എക്സ്ട്രാ ടൈം ചെയ്താൽ ഓരോ മണിക്കൂറിനും ഇത്ര ഡോളർ വെച്ച് കിട്ടും, സാറ്റർഡേയും വേണേ പോയി ജോലി ചെയ്യാം. പക്ഷെ ജോയെ, ഞാൻ തീരുമാനിച്ചു, എനിക്ക് 3 ദിവസത്തെ ജോലി മതി. എന്തുവാ ചെയ്തേ? അപ്പം ഇതാ ചെയ്തത്, സമയം വാങ്ങിച്ചു. ഏത് സമയം? എല്ലാ ആഴ്ചയിലും 2 ദിവസം ഇങ്ങ് വാങ്ങിച്ചു. അതിനെന്തോ ആ ത്യാഗം? എനിക്ക് ആ പൈസ വേണ്ട, എനിക്ക് 3 ദിവസത്തെ പൈസ മതി. ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് ദൈവമക്കളെ ഈ ലോകത്തിൽ. ആ 3 ദിവസം 5 ദിവസം ആക്കിയ സാധാരണ ഒരാളുടെ മനസ്സിൽ ചിന്ത വരുന്നത് എന്താണെന്നറിയാം? എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേറെ എന്താ ഉള്ളത്? മമ്മി ഓടാൻ പോവാ, വെരിക്കോസ് വെയിൻ ആണെങ്കിലും കുഴപ്പമില്ല, മമ്മി ഓടാൻ പോവാ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം സമയമാ, പൈസ അല്ല. സമയമാണ് നമ്മുടെ ലൈഫിന്റെ ഇമ്പാർട്ടേഷൻ. രാവിലെ നമ്മൾ ഈ 2nd ജനറേഷൻ 3rd ജനറേഷനിലുള്ളവര് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഞാൻ കൊച്ചിലെ കണ്ടു വളർന്നത്, ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ എൻ്റെ അമ്മ ബൈബിളും കൊണ്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഡെയിലി ബ്രെഡും ഉണ്ട്. എല്ലാ വർഷവും മമ്മിക്ക് ഫസ്റ്റിലെ ഡിസംബറിലെ ഇപ്പോഴും വാങ്ങിച്ചു കാണും, അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, ഡെയിലി ബ്രെഡ് വേണം. ഒരു ഡിവോഷണൽ ബുക്ക് കാണും സൈഡിൽ, ഒരു ബൈബിള് കാണും ഇപ്പുറത്ത്. സ്കാർഫ് ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന അമ്മയെ കണ്ടോണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേക്കുന്നത്. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി അപ്പുറത്ത് പപ്പ ഇരിപ്പുണ്ട് ബൈബിളുമായിട്ട്. ഇത് എന്റെ സ്റ്റോറി മാത്രമല്ല, നിങ്ങളുടെ പലരുടെയും വീട്ടിലെ അപ്പച്ചന്മാരും അമ്മച്ചമാരുടെ സ്റ്റോറി ഇതല്ലായിരുന്നോ? നമ്മൾ കേൾക്കുന്ന എന്തോ രാവിലെ ഉഷകാലേ നാം, ഇതാ കേൾക്കുന്നത്. രാത്രി എന്തുവാ കേൾക്കുന്നത്? ഇന്നു പകൽ മുഴുവൻ കരുണയോടെ എന്നെ സൂക്ഷിച്ചവനെ. ഇതാ എന്റെ അമ്മച്ചിയുടെ പാട്ട് ഞാൻ കേട്ടത്. ആ സ്ഥാനത്ത് ഇന്ന് പൈസ ഉണ്ട്, പാട്ടില്ല. അല്ല പാസ്റ്റർ, ഈ പാട്ടിലൊക്കെ വല്ലതും ഉണ്ടോ? വായിച്ചേ, ആ വാക്യം വായിച്ചേ. 5:15 തുടങ്ങി ഇതുവാ താഴോട്ട് പറയുന്നതെന്നറിയാം. 16-ാം വാക്യം, ദുഷ്കാലമാകിയ സമയം വാങ്ങിക്കണം. ബൈ ടൈം ഫ്രം യുവർ കമ്പനി. ടെൽ ദം ഐ ഡോണ്ട് വാണ്ട് മണി, ഐ വാണ്ട് 2 days. അവർ ആശ്ചര്യപ്പെടും. കൂടെ ജോലി ചെയ്യുന്നവർ പറയും, യു ഡോണ്ട് വാണ്ട് മണി? നോ, ഐ വാണ്ട് ഡേയ്സ്, ഐ വാണ്ട് 2 days, ഗിവ് മീ 2 days. എന്നിട്ട് താഴോട്ടുള്ള വാക്യത്തിൽ പറയാ, ബുദ്ധിഹീനരാകാതെ. 17-ാം വാക്യം, കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയാം? 18-ൽ
ആ ഹൃദയ ഭാഗത്തിൽ പൗലോസ് പറയുക, ആത്മനിറവിന്റെ ലക്ഷണമാണിത്. ഏത്? ഈ സമയം വാങ്ങിക്കുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്നൊരു കോൺട്രാസ്റ്റ് പറയുക. എന്നിട്ട് പറയുക, ആത്മാവിൽ നിറഞ്ഞ്, വീഞ്ഞു കുടിച്ച് മത്തരായാൽ ദുർനടപ്പാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും എന്താ എഴുതിയിരിക്കുന്നേ? തമ്മിൽ സംസാരിച്ച്. ഇത് എപ്പോഴാണെന്നറിയോ? പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സൺഡേയുടെ ആണെന്ന്. സൺഡേ ഇത് സൺഡേ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ വേഴ്സാ. ഇത് തമ്മിൽ എന്തോ സംസാരിക്കണം? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച്. ആരാ ഈ തമ്മിൽ? ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളും എല്ലാം തമ്മിൽ ഒരു പാട്ട് വേണം ആ വീട്ടിൽ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കേൾക്കാൻ ഒരു ഗാനം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തണമേ എന്ന് അപ്പൻ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് മമ്മി എനിക്ക് ഹോർലിക്സ് വേണം. അങ്ങോട്ട് ചെന്നപ്പോ അവിടെയും പാട്ട് കേൾക്കാം. ആത്മാവിന്റെ ഒരു പാട്ടാ. അവിടെ പാട്ട് കേൾക്കുന്ന അൻപിൻ രൂപി യേശുനാഥ, നിന്നിഷ്ടം എന്നിഷ്ടമാക്ക. ഈ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ? കിച്ചണിൽ ചെന്നപ്പോ കേട്ടത് അൻപിൻ രൂപി യേശുനാഥ പാടുന്ന അമ്മയെ. ഫ്രണ്ട് റൂമിൽ വന്നപ്പം നിന്റെ ഹിതം പോലെ എന്നെ പാടുന്ന ഫാദറിനെയാ. ഈ കുടുംബം ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണ്. അവിടെ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരാവും അവർ. പ്രിയ ദൈവമക്കളെ, കർത്താവ് നിങ്ങളെ ഏവരെയും വിളിക്കുന്നു അജ്ഞാനികളായിട്ട് അല്ല, ജ്ഞാനികളാകാൻ. ആത്മാവിൽ വിതയ്ക്കണമെങ്കിൽ ഒരു ത്യാഗമുണ്ട്. അങ്ങനെയാണേലേ ഈ പാട്ട് നമ്മളിൽ നിന്ന് വരത്തുള്ളൂ. ആ പാട്ട് ഒരിക്കൽ ചോദിക്കും മക്കൾ തന്നെ, മമ്മി വൈ യു ഡിഡ്ന്റ് വർക്ക് ഫോർ 5 days? ദേ ആർ ഓൾ വർക്കിംഗ്. അവരോട് തിരിഞ്ഞു നിന്നപ്പോ പറഞ്ഞു, ബിക്കോസ് ഐ ലവ് യു. I don't want you to be lost. That is why mommy worked only 3 days. Oh, why we are still having the old car? Mone, Papa could have bought a new car long time back. But we let go of some things because we love you. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലൂടെ അവരിലേക്കൊന്ന് ഇറങ്ങി വരുമ്പോ ആ കുഞ്ഞുങ്ങൾ തിരിച്ചു പറയും, എന്റെ മാതാപിതാക്കളിൽ ഞാൻ കണ്ടത് ദ്രവ്യാഗ്രഹമല്ല, ഞാൻ കണ്ടത് സ്വസ്നേഹമല്ല, ഞാൻ കണ്ടത് വമ്പു പറച്ചിലല്ല, ഞാൻ അവരിൽ കണ്ടത് ഗോഡ്ലിനെസ് ആണ്. ആത്മാവിൽ വിതച്ചാൽ ജീവനെ കൊയ്യും. ഇന്നേ ആ ജീവൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഭവിക്കാൻ കഴിയും. ജഡത്തിൽ മോഹങ്ങളിൽ വിതച്ചാൽ പൈസ കാണും, ഇത് നാശം കൊയ്യും എന്ന് ജോ അല്ല പറയുന്നേ, ദൈവവചനമാണ് നമ്മളോട് പറയുന്നേ. സമയം വാങ്ങിക്കണം എന്ന് ഞാനല്ല പറയുന്നേ. ഞാനായിരുന്നു ഇങ്ങനെയുള്ള കാര്യം എന്റെ ബുദ്ധിയിലാണ് പറയുമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ പറയാൻ സാധ്യത. ഇത് ദൈവത്തിന്റെ വചനമായോണ്ട് ഞാനും നിങ്ങളും എല്ലാം ഈ അധികാരത്തിന്റെ കീഴിലാണ്. ഇതൊരു പോസ്റ്റ്മാനായിട്ട് ഞാൻ ഇരുന്ന് പറയുന്നതെങ്കിലും വീണ്ടും ജനിച്ചവരുടെ കാഴ്ചപ്പാട് രൂപപ്പെടേണ്ടത് ഈ വാക്യങ്ങളിലാണ്. ആരാ അപ്പോൾ അല്പൻ? അല്പൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിന്റെ പുറകെ ഓടുന്നു ദൈവവുമായി ഒരു സമയമില്ലാത്ത അല്പൻ. പക്ഷെ മഹാനായി തോന്നുന്നു, കാരണം പൈസ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാമോ ദൈവമക്കളെ, ഇന്നത്തെ ഈ കാലയളവിൽ സംഘടനകൾ പോലും ദൈവത്തിന്റെ ഹിതങ്ങളിൽ നിന്ന് എത്ര അകന്നുപോയി എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. സംഘടനകളിൽ പോലും ആർക്കേ ഉള്ളു വിലയെന്നറിയാമോ? പൈസ വേണം. പൈസ കൊടുത്ത വേണേ ജനറൽ കൺവെൻഷന്റെ സ്റ്റേജിലെ നടുക്കൊണ്ടിരുത്തും. അച്ചാബാ 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 അച്ചാബന്ന് ഇരിക്കെന്ന് പറയും. ഇതാണ് ഇന്നത്തെ പല സംഘടനകളിലെ അവസ്ഥയും.
നമ്മളെ ധരിപ്പിക്കുക, ഓ യു ആർ വെരി വാല്യുബിൾ ബിക്കോസ് യു ഹാവ് മണി. വാല്യൂ വരേണ്ടത് പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, വാല്യൂ വരേണ്ടത് ഗോഡ്ലിനെസിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഒരു സമയം ഉണ്ടാകുമോ? എനിക്കറിയത്തില്ല ദൈവമക്കളെ, വാസ്തവം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. നമ്മുടെ സംഘടനകളിലൊക്കെ അങ്ങനെ ഒരു വലിയ വീക്ഷണത്തിലെ വ്യത്യാസം. ഗോഡ്ലി ആൾക്കാര് സഭയുടെ മുൻനിരയിൽ ഇരിക്കുന്നു, കാശിന്റെ ഒരു ഹുങ്കും അവിടെ ആർക്കും ഇല്ല, താഴ്മയും എനിക്ക് അറിയത്തില്ല അങ്ങനെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടായിരിക്കും വാക്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊള്ളട്ടെ. ഈ പ്രഭാതത്തിലെ ചിന്തകൾ അവസാന നിമിഷങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. 6-ാമത്തെ അധ്യായം, ഗലാത്യ ലേഖനം 6-ാമത്തെ അധ്യായം, ആ 9-10 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ആത്മാവിനാൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സമയം വാങ്ങിക്കണം, ആത്മാവിനാൽ ജനിച്ചാൽ മാത്രം പോരാ, മക്കളെന്നുള്ള പദവി മാത്രം പോരാ, ഈ പദവിക്കൊത്ത ജീവിതശൈലി വേണം. അതെന്ത് ജീവിതശൈലിയാ? 9-10 വാക്യം. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. സ്വസ്നേഹമുള്ളവർക്ക് നന്മ ചെയ്യാൻ ഒക്കത്തില്ല. നന്മ ചെയ്താലും അതിന്റെ ക്രെഡിറ്റ് പറഞ്ഞുകൊണ്ട് നടക്കും. ഒരൽപ്പം പണം കൊടുത്താൽ മതി, അത് ലോകം മുഴുവൻ അറിയിക്കാതെ ആളിന് സ്വസ്ഥതയില്ല. പൗലോസ് പറയുക, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ഈ കൈ തന്ന പൈസ കർത്താവാ തന്നതെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മനസ്സിൽ വരുന്നത് എത്ര കൊടുത്താലും, എനിക്ക് അതിനെക്കുറിച്ച് പറയുന്നതിന് ഇഷ്ടമല്ല, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ എന്നെ തന്നെ കൊടുക്കേണ്ടതാ, ഈ കൊടുക്കുന്ന ഒന്നുമില്ല. ഗോഡ് വാണ്ട്സ് മൈ ടൈം. God is not looking at my dirham or dollar. He is looking at me, my voice, my mouth, my hands, my feet. എന്നിട്ട് പറയാം അടുത്ത വാക്യത്തിൽ, ആകയാൽ അവസരം കിട്ടും പോലെ. ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു വാക്യം കേട്ടോ, 6-10. ആത്മാവിൽ വിതയ്ക്കുന്നവർ, ആ വാക്യത്തിൽ പ്ലെയിൻ റീഡിങ്ങിൽ എന്തോ പറയുന്നത്? നമ്മളിപ്പോ ചുമ്മാ വായിച്ച് ഞാൻ ചോദിക്കാം നിങ്ങളോട്, എന്തോ അവസരം കിട്ടുക? അത് പാസ്റ്ററെ, ഈ വർഷം കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ബൈബിൾ പറയുന്നില്ലേ അവസരം കിട്ടും പോലെ നന്മ ചെയ്യണം, വിശേഷാൽ സഹവിശ്വാസികൾ. ഇതൊക്കെ അവസരം കിട്ടുമെങ്കിൽ, എനിക്കിപ്പോ അതിനുള്ള അവസരമില്ല. മൈ കമ്മിറ്റ്മെന്റ്സ് ആർ ടു മച്ച്. അവസരം കിട്ടും പോലെ ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? തെറ്റി. ആ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്തുവാണ് ഈ അവസരം? വെൻ യു ഹാവ് ഓപ്പർച്യൂൺ മൊമെന്റ് എന്നാണ് അതിന്റെ പരിഭാഷ. എന്തോ ഈ ഓപ്പർച്യൂൺ മൊമെന്റ്? വെൻ ഐ ഹാവ് ഓപ്പർച്യൂണിറ്റി എന്നല്ല. വെൻ ഐ ഹാവ് ഓപ്പർച്യൂണിറ്റി, ഐ എം തിങ്കിങ്, I want to do something for the Lord. I am thinking, oh, this year I was thinking when I go for the break, I want to visit some mission station, but I didn't get opportunity. എനിക്ക് അവസരം കിട്ടിയില്ല. അവസരം കിട്ടുമ്പോ ഞാൻ ചെയ്യാം കേട്ടോ, അതല്ല. ഇതിന്റെ വാക്ക് എന്താണെന്നറിയാമോ അർത്ഥം? അവസരം കിട്ടും പോലെ എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ വരവിന്റെ മുമ്പിൽ ഇപ്പൊ കിട്ടിയ ഈ ഓപ്പർച്യൂൺ മൊമെന്റ്. അവസരം കിട്ടും പോലെ എന്നല്ല, അവസരം ഉള്ളപ്പോൾ. ഏതാണ് അവസരം? ഓ, കർത്താവിന്റെ വരവ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ആ ഓപ്പർച്യൂൺ മൊമെന്റ് ഇന്നാണ്. ടുഡേ ഈസ് യുവർ ഓപ്പർച്യൂൺ മൊമെന്റ്. ആ അവസരം കിട്ടിയാലെന്ന് പറഞ്ഞാൽ, ഞാൻ 2025 ചില തീരുമാനങ്ങൾ എടുത്തു, എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്, പക്ഷെ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും. അവസരം ഇതാ, ഇന്ന്. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. അവസരം കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ, വെൻ യു ഹാവ് ദാറ്റ് ഓപ്പർച്യൂൺ മൊമെന്റ്. കർത്താവ് വന്നാൽ പിന്നെ ഒന്നും മാറ്റാൻ ഒക്കത്തില്ല, മാറ്റി തിരുത്താൻ ഒക്കത്തില്ല. ഇന്ന് പല കാര്യങ്ങളും തിരുത്താം, അവിടെ ഒന്നും തിരുത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആത്മാവിനാൽ നിത്യജീവനെ കൊയ്യുന്ന ആ ദിവസം മുമ്പിൽ കണ്ടോണ്ട്, അവസരം ഇന്നെനിക്കുണ്ട്, ഇന്നെനിക്ക് വിതയ്ക്കാൻ അവസരമുണ്ട്. എനിക്ക് ഒക്കുമെങ്കിൽ ഞാൻ നോക്കാമെന്നല്ല. ഐ ഗോട്ട് എ ടൈം നൗ, ഐ ഹാവ് ടു ബൈ ടൈം നൗ, ഐ ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി നൗ, വിച്ച് മേ നോട്ട് ബി ദെയർ നെക്സ്റ്റ് ഇയർ. ദൈവമക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അർജൻസി. പൗലോസ് ഇതുകൊണ്ടാ പറയുന്നത്,
ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിൽ സമാപിക്കരുത്. എനിക്ക് നിങ്ങളെ ഓർത്ത് വിഷമമാണ്, എനിക്ക് നിങ്ങളെ ഓർത്ത് ഭയമാണ്, ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആത്മാവിനാൽ തുടങ്ങുന്നവർ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജോലി വേണ്ടേ? 100% ജോലി വേണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നത് ഐഡൽനെസ് ഈസ് നോട്ട് ഗോഡ്ലിനെസ്. ഒരാൾ പറയുക, ഞാൻ ഭക്തനാ, ഞാൻ ജോലി ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിലിരിക്കുക, അത് ഗോഡ്ലിനെസ് അല്ല. യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് അതിനകത്തുണ്ട്. എന്നാൽ ഈ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് എന്റെ സെൽഫിഷ് അംബിഷന് വേണ്ടിയല്ല. ഇറ്റ്സ് ഫോർ മൈ ലൈവ്ലിഹുഡ്. കണ്ടന്റ്മെന്റോടെ, തൃപ്തിയോടെ, ആരോഗ്യമുള്ളപ്പോൾ അധ്വാനിച്ചു ഒതുങ്ങി അടങ്ങി പാർപ്പാനാണ് ആത്മാവിന്റെ വിളി നമ്മളെ കുറിച്ചുള്ളത്. ഫ്ലാഷി, ലക്ഷറി, ഐ വാണ്ട് ടു ബി ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ധാര ജഡത്തിന്റെ ധാരയാണ്. ആത്മാവിന്റെ ധാര കണ്ടന്റ്മെന്റിന്റെ ഭാഗമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 6-ാമത്തെ അധ്യായം, അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ. എനിക്ക് ഒരു കൗതുകത്തോടെ ഞാൻ ചോദിക്കുക, ഈ 7, 8, 9, പ്രത്യേകിച്ച് 9-ാമത്തെ വാക്യം, കുറച്ചുപേരുടെ സ്ക്രീൻ എനിക്ക് കാണാം. വേഴ്സ് 9 നിങ്ങളുടെ ബൈബിളിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൈ ഒന്ന് കാണിക്കാമോ? 1 തിമോത്തി ചാപ്റ്റർ 6 വേഴ്സ് 9 അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഒരു കൈ ഞാൻ കാണുന്നുണ്ട്. ഇത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞില്ലേ ഒരു പ്രശ്നം. ഏത് പ്രശ്നമാ? നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. പിശാച് യേശുവിനെ പരീക്ഷിച്ചതുപോലെ ഒരു വാക്യം അടർത്തിയെടുക്കും. ഞാൻ നിന്നെ വാലല്ല തലയാക്കാം, ഞാൻ നിനക്ക് സമൃദ്ധി കൊണ്ടുവരും, നീരൊരുക്കൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും. എടാ, ഈ കർത്താവിനാൽ പുതിയ ഹൃദയമായവരുടെ ഹൃദയം എന്തുവാ? അവരുടെ ആഗ്രഹം എന്തുവാ? ഇങ്ങനെ ചിന്തിക്കത്തില്ല. ഇവിടെ എന്താ ഈ പറയുന്നതെന്നറിയാം? 1 Timothy 6 verse 7 onwards. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ യു ഹാവ് സർപ്ലസ്, ബി കണ്ടന്റ്. മതിയെന്ന് വെക്ക. അടുത്ത വാക്യത്തിൽ പറയുക, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാര നാശങ്ങളിൽ മുങ്ങിപ്പൊങ്ങുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല, ഇന്നത്തെ പ്രധാന വാക്കാണ്, പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. മോഹങ്ങൾക്ക് ഇരയായി തീരാം. അപ്പൊ നമ്മള് 2 പത്രോസിൽ കണ്ടില്ലേ, മോഹം നാശം കൊണ്ടുവരുന്നു. അതേ ഐഡിയ അല്ലേ പറയുന്നത്? ധനികനാകാൻ ആഗ്രഹിക്കുന്നവൻ പിശാചിന്റെ കെണിയിൽ വീഴും. ആ കെണി എന്ത് കെണിയാ? ആ കുടുങ്ങി മൗഢ്യവും ദോഷകരവുമായ മോഹങ്ങൾക്ക് ഇരയായി. സകലവിധ ദോഷത്തിന് മൂല കാരണം 10-ാമത്തെ വാക്യത്തിൽ ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഈ 9-ാം വാക്യം അണ്ടർലൈൻ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്താകാൻ ആഗ്രഹിക്കേണ്ടത്? മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിച്ച്. ഈ ലോകത്തിൽ ജീവിക്കാനായി പണം ആവശ്യമാണ്, വിദ്യാഭ്യാസത്തിന് കുഞ്ഞുങ്ങളെ ഫീസ് കൊടുക്കേണ്ട ആവശ്യമാണ്. പക്ഷേ ആ ധനികനാകാനുള്ള ആഗ്രഹം, സ്റ്റാറ്റസിനും ഏറ്റവും മുമ്പിൽ എനിക്ക് വരണം എന്നുള്ള ആഗ്രഹം, അതിനുവേണ്ടി പലരും ഹോമിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെയാണ്, സ്വന്തം കുടുംബത്തെയാണ്. എങ്ങനെങ്കിലും ഐ വാണ്ട് ടു ബി ഫസ്റ്റ്. ആ ചിന്തകളിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. ആത്മാവിനാൽ വിതയ്ക്കാൻ, ജീവനെ കൊയ്യാൻ, പിശാചിന്റെ കെണിയിൽ വീഴാതെ ദൈവത്തിന്റെ ഹിതം കണ്ടുണരുവാൻ,
തമ്മിൽ തമ്മിൽ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിക്കാൻ, നമ്മുടെ പാട്ടുകൾ പോലും പ്രബോധനമായി മാറാൻ, ദൈവഹിതത്തെ വെളിപ്പെടുത്തുന്ന ജീവിത ശൈലി രൂപപ്പെടുവാനായി കർത്താവ് നമ്മളെ വിളിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ഈ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ എന്തിനാണ് ഈ കിടന്ന് അധ്വാനിക്കുന്നത്? കർത്താവേ, എനിക്ക് ഒന്നാമനാകണം, എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം പണമാ? ഇല്ല, അല്ല, അല്ല, അല്ല. ഗിവ് ദം ടൈം. ആ മദർഹുഡിൽ ഗിവ് ദം ടൈം. ഫാദർഹുഡിൽ ഡിസിപ്ലിൻ ചെയ്യാൻ ആ വീട്ടിൽ ഫാദർ ഉണ്ടാകണം. അധ്വാനിക്കണം, പക്ഷേ ഒരു ബാലൻസ്. കാറ്റിനെ പിന്തുടരുന്ന വ്യക്തിയെ പോലെയല്ല, ദൈവ പദ്ധതി പിന്തുടരുന്ന വ്യക്തിയായി. പൗലോസും കരം കൊണ്ട് അധ്വാനിച്ചില്ലേ? അധ്വാനിച്ചു. എന്തിനാ അധ്വാനിച്ചത്? To meet the needs, not greed. God is all for needs. His promise is, I will supply your needs. But greed comes from flesh. അത്യാഗ്രഹങ്ങൾ ജഡത്തിന്റെ ഇഷ്ടങ്ങളുടെ ഭാഗമാണ്. ദ്രവ്യാഗ്രഹം എന്ന വിഗ്രഹ ആരാധനയാണത്. നമ്മളൊരു ദേവനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, സമയം ഇല്ലാതെ വരുമ്പോ ആ ദേവന്റെ മുമ്പിൽ നമ്മൾ വണങ്ങുക. ഏതാണ് ആ ദേവൻ? നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. നമുക്ക് ആരാധന ദൈവത്തിന് കൊടുക്കാം. പണത്തിന്റെ സ്ഥാനത്ത് നമ്മുടെ കാലിന്റെ കീഴിലാകട്ടെ. പണം ഒരിക്കലും നമ്മുടെ ശിരസിന്റെ മുകളിലാകാതെ കാലിന്റെ കീഴിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, കുടുംബത്തെ ശ്രദ്ധിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളെ ആ ആത്മീക പക്വതയിലും പൈതൃകത്തിലും വളർത്താനുള്ള സമയം വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഈ പകലിൽ ശുദ്ധീകരിച്ച് നമ്മുടെ ഉൾക്കണ്ണിനെ തുറന്ന് നിത്യതയിലേക്ക് പോകുവാൻ ഒരു പടിയുടെ ഉത്സാഹമുള്ളവരായി കാണപ്പെടാൻ കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.